എല്ലാവർക്കും നമസ്കാരം. തുടരും എന്ന സിനിമയിലെ ഒരു പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എന്ന് തുടങ്ങുന്നൊരു പാട്ട്. ആ പാട്ട് അന്വർത്ഥമാക്കുന്ന പോലെയായിരുന്നു തുടരും എന്ന സിനിമ. ഞാൻ സാധാരണ ആദ്യത്തെ ദിവസങ്ങളിൽ ആദ്യത്തെ ഷോയൊന്നും പോയി കാണാറില്ല. വളരെ സൗകര്യപ്രദമായിട്ട് പിന്നീടൊക്കെ പോയി സിനിമകൾ കാണുകയാണ് പതിവ്. പക്ഷേ ഈ തുടരും എന്ന സിനിമയുടെ വിളംബരങ്ങൾ നേരത്തെ കണ്ട സമയത്ത് തന്നെ എന്തുകൊണ്ടോ ആദ്യത്തെ ദിവസം തന്നെ ഈ സിനിമ കാണണം എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഈ സിനിമയിൽ ഈ സംവിധായകനിൽ എന്തൊക്കെ ഒരു പ്രതീക്ഷകൾ നമ്മുടെ മനസ്സിലിവിടെ എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് അമീൻ എല്ലാ സിനിമയും ആദ്യത്തെ ദിവസം കാണുന്ന ആളാണ്. അമീൻ്റെ കൂട്ടത്തിൽ ഞാനും പോയി ഇന്നലെ സിനിമ കണ്ടു. എന്തൊരു സന്തോഷമായി എന്നറിയുമോ? പ്രിയപ്പെട്ട തരുൺ മൂർത്തി, പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ട, ഇതിൻ്റെ കഥാകൃത്ത് ശ്രീ സുനിൽ, താങ്ക് യു സോ മച്ച് ഇത്രയും മനോഹരമായൊരു സിനിമ മലയാളിക്ക് സമ്മാനിച്ചതിന്. എത്രയോ കാലങ്ങളായി മോഹൻലാൽ എന്ന നടനെ, മോഹൻലാൽ എന്ന താരത്തെ ഇതുപോലെ ആഘോഷിക്കാനും സ്നേഹിക്കാനും ആഹ്ലാദിക്കാനുമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാത്തിരിക്കുകയായിരുന്നു. കടൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ആകാശം കാണുന്നത് പോലെ, ആനയെ കാണുന്നത് പോലെ എത്രയോ സമയം നമ്മൾ ലാലേട്ടനെയും കണ്ടുകൊണ്ടിരിക്കും എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. ഇന്നലെ കണ്ട തുടരുമെന്ന സിനിമയിൽ നമുക്ക് ലാലേട്ടനെ പറ്റി പറയുമ്പോൾ പഴയത്, പുതിയത്, വിൻറ്റേജ് പല പ്രയോഗങ്ങൾ നടത്താറുണ്ട്. ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഒരാളേ ഉള്ളൂ. മോഹൻലാൽ എന്നും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെയാണ്. ഇന്നലത്തെ സിനിമയിൽ ഡ്രൈവർ ഷൺമുഖൻ്റെ കുസൃതികളിൽ നമ്മൾ സന്തോഷിച്ചു. ലാലേട്ടൻ ചിരിച്ചപ്പോൾ നമ്മൾ കൂടെ ചിരിച്ചു. ഡ്രൈവർ ഷൺമുഖൻ്റെ മനസ്സ് വിങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ മനസ്സും വിങ്ങി. അയാൾ പൊട്ടിക്കരഞ്ഞപ്പോൾ തിയേറ്ററിൽ ആരും കാണാതെ നമ്മളും കണ്ണുനീർ തൂവി. അതേസമയം മോഹൻലാൽ എന്ന താരത്തെ ആഘോഷിക്കാൻ നിരവധി സന്ദർഭങ്ങൾ ആ സിനിമയുള്ള ഓരോ സന്ദർഭത്തിലും നമ്മൾ ആർപ്പ് വിളിച്ചും കൈയടിച്ചും മോഹൻലാൽ എന്ന താരത്തിനെ ആഘോഷിച്ചു. ഇതെല്ലാമാണ് തുടരുമെന്ന സിനിമ. കുറേ വർഷങ്ങളായി നമ്മൾ മോഹൻലാൽ എന്ന താരത്തെ ഇതുപോലെ ആഘോഷിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണക്കാരായി മോഹൻലാലിനെ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യനായിട്ട് മോഹൻലാലിനെ ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊടുത്ത ആൾ ജീത്തു ജോസഫാണ്. ജീത്തുവിന് ശേഷം ഒരുപക്ഷെ മീശ ഭരിക്കാതെ, മുണ്ട് മടക്കി കുത്താതെ, വേഷങ്ങളുടെ കെട്ടുകാഴ്ചകളില്ലാതെ, സ്ലോ മോഷൻ ഷോട്ടുകളൊന്നും ഇല്ലാതെ എനിക്ക് നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യരായ മോഹൻലാലായി ഒരേ സമയം നടനായും താരമായും നിറഞ്ഞു നിൽക്കുകയായിരുന്നു തരുൺ മൂർത്തിയുടെ തുടരുമെന്ന സിനിമയിൽ ലാലേട്ടൻ. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ കുറേ കാലങ്ങളായി ഇത്രയധികം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്ത ഒരു നടൻ വേറെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. ഇത് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫോം ഇല്ലാതാകുമ്പോൾ നമ്മൾ പരിഹസിക്കുമ്പോൾ അദ്ദേഹം ബാറ്റ് കൊണ്ട് മറുപടി നൽകുമെന്ന് പറഞ്ഞതുപോലെ ലാലേട്ടൻ എന്ന നടനെ, ലാലേട്ടൻ എന്ന താരത്തിനെ നാം തുടരുവിലൂടെ ആഘോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. തുടരും എന്ന സിനിമ മലയാള സിനിമാ കൊട്ടകകളിൽ ഒരുപാട് കാലം തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും ഒരുപാട് ക്ലാസിക് ശില്പങ്ങൾ ഉണ്ടാവാൻ ബാക്കിയുള്ള കളിമണ്ണാണ് മോഹൻലാൽ എന്ന നടൻ. അതുകൊണ്ട് തരുൺ മൂർത്തിയെപ്പോലെ നല്ല ശില്പികൾ ഉണ്ടാവട്ടെ, മോഹൻലാൽ എന്ന നടനിൽ നിന്നും ഒരുപാട് മികച്ച ശില്പങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ, കാത്തിരിപ്പോടെ ഒരു മോഹൻലാൽ ഫാൻ കിഷോർ സത്യ.